ഞാൻ ഉണ്ടാക്കിയൊരു വിൻറ്റേജ് ജേർണൽ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു സ്ക്രാപ്പ് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്നതിൽ ഒരു ഹാർട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിൻറ്റേജ് ജേർണൽ ബുക്ക്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു ഉണ്ടാക്കാനും. എന്നുവെച്ചാൽ ആ ഡയറി പോലെ നമുക്ക് ഒരു ബുക്ക് നമ്മളെടുത്തുണ്ടെങ്കിൽ പിന്നെ അത് റാപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ എൻ്റെ അടുത്ത് ഡയറി പോലത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡയറി പോലെ കാർഡ്ബോർഡൊക്കെ വെട്ടി അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്ക്രാപ്പ് ബുക്കാണിത്. അതുകൊണ്ട് നല്ല ടഫ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് അങ്ങനെ ആകെ കേടായിപ്പോയി. പിന്നെ ഒന്നുകൂടി ഉണ്ടാക്കി, അത് പിന്നെ വിട്ടുപോയി സ്റ്റാപ്ലെയറൊക്കെ അടിച്ചിട്ടും. പിന്നെ ഉണ്ടാക്കിയതാണ് ശരിയായത്. അപ്പോൾ ഇതാണ് ആ സ്ക്രാപ്പ് ബുക്ക്. ഇതിൽ പേജിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി പേജിന് വല്ല മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വിൻറ്റേജ് ജേർണൽ ബുക്ക്. ഇത് ഞാൻ മരുന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടൂലേ, അങ്ങനത്തെ കവറായിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒന്നാണ് കേട്ടോ ആ ഒരു ജേർണൽ സെറ്റിൽ. പിന്നെ വരുന്നത് കുറച്ച് റൈറ്റിങ്സൊക്കെ എഴുതാൻ പറ്റിയ ഒരു സ്റ്റിക്കർ പോലത്തെ കുറച്ച് സംഭവങ്ങളാണ്. പക്ഷേ സ്റ്റിക്കറല്ല കേട്ടോ, കുറച്ച് പേപ്പേഴ്സാണ്. അത് ഞാൻ വരച്ചിട്ടെടുത്തതാണ്. ഇതിലൊക്കെ നമുക്ക് നല്ല റൈറ്റിങ്സ് എഴുതാം. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് നല്ല റൈറ്റിങ്സൊക്കെ എഴുതാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു പേപ്പറാണ്. ഇത് എൻ്റെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന കേട്ടോ, പഴയ മാത്സ് ടെക്സ്റ്റ് ബുക്കാണ്. ആരും പുതിയതൊന്നും കൊണ്ടുപോയി എടുക്കണ്ട. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഇത് ഞാനൊരു റൈറ്റിങ്സിലൊരു പേജിൽ ചെയ്തെടുത്ത ബട്ടർഫ്ലൈ ആണ്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് തീൻ്റെ അടുത്ത് ഇങ്ങനെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു പഴയ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു കത്തിയെ പോലത്തെ ഒരു തീമിലൊക്കെ നമുക്ക് കിട്ടും. ഈ വിൻറ്റേജെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം വരുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് കരിയൊന്നും ആവില്ല കേട്ടോ കയ്യിൽ. അത് വിചാരിച്ചാൽ ആരും ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ ഉള്ളത് കുറച്ച് റൈറ്റിങ്സാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ലുക്സ്, അങ്ങനെ കുറച്ച് അടിപൊളിയായിട്ടുള്ള റൈറ്റിങ്സൊക്കെ ഉണ്ട്. നമ്മൾ ഫെബ്രുവരിത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച് അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൈറ്റിങ്സൊക്കെ ഉണ്ട്. ഇതാ ഇൻ ഫെബ്രുവരി എന്ന് പറഞ്ഞതുണ്ട്. പിന്നെന്താ ഇൻ മാർച്ച് ഉണ്ട്, യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്, ലുക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ എടുത്ത് മാറ്റുന്നില്ല, കാരണം അതെടുത്തിട്ട് കിട്ടണില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല മരുന്നിൻ്റെ കവർന്ന് ആ സംഭവം ഉണ്ടത്. ഈ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാരണം ആ വിൻറ്റേജ് തീമിന് നല്ലപോലെ ചേർന്ന് യോജിച്ച് നിൽക്കും അത്. പിന്നെ ഇത് കുറച്ച് ബിഗ് റൈറ്റിങ്സാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം, പഴയന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ള റൈറ്റിങ്സാണ്. പിന്നെ ഇത് കുറച്ച് സ്മോൾ റൈറ്റിങ്സാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ് കേട്ടോ. മറ്റേ ആ ഒരു ബിഗ് റൈറ്റിങ്സിനെ ഒന്ന് പെയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജേർണൽ സെറ്റിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.